എന്തുകൊണ്ട് നിന്റെ വീട് നശിച്ചുപോയി? എന്തുകൊണ്ടാ നീ നഷ്ടത്തിലായി പോയത്? അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിന്റെ ഭർത്താവ് എന്തൊക്കെ ചെയ്താലും നേരെയാകാത്തത്? അത് നിന്റെ കയ്യിലിരിപ്പുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? താഴെ വീണ ഭക്ഷണത്തിന് നീ നിന്ദിച്ചത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിന്റെ വീട് നശിക്കാൻ, നിന്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് നഷ്ടപ്പെടാൻ ഉള്ള മൂന്നാമത്തെ കാരണം എന്തെന്നറിയുമോ? താഴെ വീണ ഭക്ഷണത്തിന് നീ നിന്ദിച്ചതാ. താഴെ വീണ ഭക്ഷണം അത് വേസ്റ്റ്, തിന്നാറില്ല ആരും. ഇരിക്കണ ആരും താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കാറില്ല. എങ്കിലും മുത്തുനബി പഠിപ്പിച്ചു, താഴെ വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ടെടുക്ക്, വൃത്തിയാക്ക്, പാത്രത്തിലിട്ട് കഴിക്ക്. അതിലാണ് അള്ളാഹു നിനക്ക് ബർക്കത്ത് വെച്ചിരിക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂൽ രണ്ട് ഹദീസുകളുണ്ട്. രണ്ട് ഹദീസുകൾ എന്തുകൊണ്ട് ബർക്കത്ത് നഷ്ടപ്പെട്ടു? ഒന്ന്, ബർക്കത്ത് എവിടായിരിക്കുന്നേ? ആ താഴെ കിടക്കണ ഭക്ഷണത്തിലാണ്. ഒന്ന്, താഴെ കിടക്കുന്ന ഭക്ഷണം. രണ്ട്, അവസാനത്തെ ഭക്ഷണം. എല്ലാരും ചോറുണ്ണു ഒരുമിച്ചിരുന്നു, എന്നാൽ അവസാനം ഇലയിൽ കിടക്കുന്നത് ആരാ തിന്നുന്നേ? അതാണ് ഈ ഉസ്താദന്മാരൊക്കെ നോക്കി എങ്ങനെ നക്കം തുടയ്ക്ക. അതിലാടാ മോനെ ബർക്കത്തിരിക്കുന്നേ. വല്ല അവസാനം നന്നാകുമ്പോഴല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റണേ? ആദ്യം നന്നാകുമ്പോൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഭക്ഷണം കഴിക്കുക ഒരൽപ്പം താഴെ കടന്നു. മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞുപോയി. അള്ളാന്റെ റസൂല് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആയിഷ അതെടുക്കുമോളെ, അതെടുക്കുമോളെ, ആ ഭക്ഷണം നീ നിന്ദിക്കരുത്. അതിനെ നീ നിന്ദിച്ച അല്ല ചെയ്ത ഒരു നിഅമത്താണ് ഭക്ഷണം. ആ നിഅമത്തിനെ നീ നിന്ദിച്ച അള്ളാഹു നിന്നെ തകർത്ത് കളയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, ഞാനും നിങ്ങളും വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ കണ്ണിന്റെ മുന്നിൽ, എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ മുന്നിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ ഭക്ഷണം എത്ര വാരിക്കളഞ്ഞാലും നമ്മൾ ആരും അനങ്ങൂല. എടുത്ത് കളയേണ്ട സഹോദര, എടുത്ത് കഴിക്കേണ്ട സഹോദര, അതിനെ ഒന്നും നിന്ദിക്കാതിരുന്നൂടെ? ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്ര പാപങ്ങളുണ്ട്. എച്ചില് വാരി തിന്നുന്ന എത്രയോ പാപങ്ങൾ, ഹോട്ടലിന്റെ വേസ്റ്റിന്റെ അകത്ത് നിന്ന് കൈയിട്ട് വാരി തിന്നുന്ന എത്രയോ പാപങ്ങളുണ്ട്. അള്ളാഹു ചെയ്ത നിഅമത്തിനെ നീ നിന്ദിച്ചതിന്റെ പേരില. ആ താഴെ വീണ ഭക്ഷണം എച്ചിലെന്ന് പറഞ്ഞ് നീ കളഞ്ഞതുകൊണ്ടാ അള്ളാഹു നിന്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്തെടുത്തു മാറ്റിയത്. ഇനിയെങ്കിലും ശ്രദ്ധിക്ക്, താഴെ വീണ ഭക്ഷണം അത് അള്ളാഹു ചെയ്ത നിഅമത്ത, അത് അന്നമ, അത് വൃത്തിയാക്കി കഴിക്ക്. അതിലൂടെ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നീ വിവരമുള്ളവരോട്, ഇതിനെക്കുറിച്ച് അറിവുള്ളവരോട് നീ ഒന്ന് കൂടി ആലോചിച്ചിട്ട് വേണം ഏത് കാര്യവും ചെയ്യാൻ. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്താൽ അവസാനം നഷ്ടം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഒന്ന് ബർക്കത്ത് വേണോ? ഒന്ന്, നീ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം, അള്ളാനെ ഏൽപ്പിച്ചിട്ട് വേണം ഏത് കാര്യവും തുടങ്ങാൻ. 2, അറിവുള്ളവരോട് നീ ചോദിക്കണം. അറിവുള്ളവരോട് നീ ചോദിക്കണം. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, വേണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സഹായം നീ വാങ്ങണേ. അല്ലാഹുവിന്റെ സഹായം നീ വാങ്ങണം. നീ ഒരു വാഹനം എടുക്കാൻ തുടങ്ങിയാൽ, ഒരു കച്ചവടം തുടങ്ങിയാൽ, ഒരു വീട് വെക്കാൻ തുടങ്ങിയാൽ, വിവാഹം കഴിക്കാൻ പെണ്ണ് കാണാൻ ഇറങ്ങുമ്പോഴേ നീ പറയേണ്ടതാണ്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നിന്നെ സഹായിക്കണോ, പടച്ച റബ്ബ് നിന്നെ രക്ഷപ്പെടുത്തണോ, അല്ലാഹു നിന്റെ ജീവിതത്തിൽ ബർക്കത്ത് തരണോ. റസൂലുള്ളാഹി തങ്ങൾ മൂന്നാമതായി പറയുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ തൃപ്തി വാങ്ങണേ. നിങ്ങൾ അല്ലാഹുവിന്റെ തൃപ്തി വാങ്ങണേ. അല്ലാഹുവിന്റെ സഹായം നീ ചോദിച്ചു വാങ്ങണേ. അല്ലാഹുവിന്റെ സഹായം കിട്ടാനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? ഹുബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്, എങ്ങനെയാണ് പടച്ച റബ്ബിന്റെ സഹായം കിട്ടാനുള്ള എളുപ്പ വഴി എന്താ? എന്റെ പ്രിയമുള്ള
പ്രിയമുള്ളവര്, നിന്റെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യണമെങ്കിൽ, അല്ലാഹു നിന്നെ സഹായിക്കണമെങ്കിൽ, അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ അല്ലാഹുവിന്റെ സഹായം വാങ്ങണം. നീ അല്ലാഹുവിന്റെ സഹായം വാങ്ങണം. അല്ലാഹുവിന്റെ സഹായം കിട്ടാനുള്ള വഴി എന്താ? സഹായമില്ലാതെ എന്ത് ചെയ്താലും നേരെയാകില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള വഴി, നിന്റെ വാപ്പ പണ്ടത്തെ കാലം ആലോചിച്ച് നോക്ക്. എടാ, വീട്ടിൽ ആദ്യമായിട്ടൊരു തെങ്ങ് വെച്ചു. ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിളിക്കണ തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു? പറ, എന്ത് ചെയ്യുമായിരുന്നു? വെട്ടി തിന്നുമായിരുന്നു. പണ്ടൊരു കാലമുണ്ടായിരുന്നു, നിന്റെ വീട്ടിൽ ആദ്യമായിട്ട് കിളിച്ച തെങ്ങിലെ തേങ്ങ അത് പള്ളിക്ക് കൊടുക്കുമായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കൊടുക്കുമായിരുന്നോ? ഇല്ലേ? അതോ വെട്ടിയടിക്കുമായിരുന്നു? പറ ചങ്ങാതി, എന്ത് ചെയ്യുമായിരുന്നു? പറ, എന്ത് ചെയ്യുമായിരുന്നു? പള്ളിക്ക് കൊടുക്കുമായിരുന്നോ? മാസ്ക് ഇട്ടതുകൊണ്ടാണോ പുറത്തേക്ക് വരാത്തത്? നീ വെട്ടിയടിച്ചിപ്പോ. എടാ, പണ്ട് 10 മുട്ട വെച്ചിട്ട് കോഴിയെ വിരിച്ച ഒരു കോഴി പള്ളിക്ക്. ഇത് നിന്റെ ആമാശയത്തിൽ. പിന്നെങ്ങനെ നിന്നെ അള്ളാഹു സഹായിക്കാൻ? എടാ, സ്കൂളിൽ പോണ പിള്ളമാര് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് വഞ്ചിപ്പെട്ടിയിൽ 10 രൂപ ഇട്ടിട്ട് പോകും. എന്തിന്? ജയിക്കാൻ. നിനക്കാ വിവരം ഇല്ലാതെ പോയി. സ്കൂളിൽ പരീക്ഷയ്ക്ക് പോണ കുട്ടികളെ കണ്ടിട്ടുണ്ടാ? എല്ലാ ദിവസവും ഇടാറില്ല. പരീക്ഷയ്ക്ക് പോകുന്നതിന്റെ അന്ന് പടച്ചവനെ നിന്നിട്ട് അമ്പലമായാലും പള്ളിയായാലും അവിടെ ഇറങ്ങി പൈസ ഇട്ടിട്ട് പോകും. ഈ തടിയും കൊണ്ടുപോണ വണ്ടിക്കാരന്മാര് പൈസ ഇടാറുണ്ട്. ഈ കടുവാപ്പള്ളിയിലൊക്കെ നമ്മൾ പഠിച്ച് പോണ വഴിയിൽ പൈസ ഇട്ടിട്ട് പോകാറുണ്ട്. എന്തിന്? വിവരമുള്ളത് കൊണ്ട്, റബ്ബിന്റെ സഹായം കിട്ടാൻ. പക്ഷെ നമുക്കങ്ങനല്ല. നമ്മൾ കൊടുക്കത്തില്ല 5 നയാ പൈസ ഒരുത്തരും. 5 നയാ പൈസ ഒരു പാവപ്പെട്ടവനും കൊടുക്കത്തില്ല. അവന്റെ പിത്തച്ചട്ടി വാരാൻ പറ്റുമോ അതും വാരും നമ്മള്. ബക്കറ്റിന്റെ അകത്ത് പൈസ ഇട്ടിട്ട് തിരിച്ചു പറക്കുന്നവരാ നമ്മള്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് 50 രൂപയുടെ നോട്ടിട്ടിട്ട് 40 വാരും 10 അല്ലായിക്കും. എന്നാ ഇട്ടടാ, അത് എടുക്കണ്ടെന്നല്ല. ഇട്ടില്ലെങ്കിൽ ഇട്ടില്ലല്ലോ എന്നുള്ളൂ. ഇത് ഇട്ടിട്ട് അതിനകത്തുനിന്ന് വാരുന്നവൻ അല്ലാഹ് ഇട്ടത് അല്ലാഹിക്കെന്നല്ല തിരിച്ചു വാരി എടുക്കുന്നവരാ നമ്മള്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആരെ സദക്ക കൊടുക്കണം സഹോദര? വീട് വെക്കുന്നതിന് മുമ്പ്, വണ്ടി എടുക്കുന്നതിന് മുമ്പ്, വസ്തുവൊക്കെ എടുക്കാൻ വാങ്ങുന്നതിന് മുമ്പ്, കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് അല്ലാഹിക്കോ ഏതെങ്കിലും പാവപ്പെട്ടവർക്കോ 10 രൂപ കൊടുത്തിട്ട് പോ. നിനക്ക് ബർക്കത്തുണ്ടാകും. അള്ളാഹ് നിന്നെ സഹായിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതിപ്പോ ഉസ്താദന്മാർക്കൊക്കെ ഇപ്പൊ എങ്ങനെയാ കൊടുക്കുക? ഇല്ലേ? നമ്മളുടെ യഥാർത്ഥ ഗുണം മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. എളുപ്പം മനസ്സിലാവുന്ന ഉദാഹരണം. കല്യാണം തീരുമാനിച്ചു മകളുടെ. ഇരിക്കണ, കല്യാണം കഴിച്ചവരില്ലേ ഇരിക്കണേ? നിങ്ങളൊക്കെ കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചപ്പോ ആദ്യം പോയി ഓഡിറ്റോറിയം, ഒരു വിവാഹത്തിന്റെ ഡേറ്റ് പറഞ്ഞു, ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. അവൻ 10,000 എന്ന് പറഞ്ഞാൽ നീ ചോദിക്കുവോ 9,500 മതി, ഇത്തിരി കുറച്ചു തരുവോ? ഇല്ല, 10,000 എന്ന് പറഞ്ഞാൽ 10,000. ഉടനെ വണ്ടി വിളിച്ചു, ബസ്സൊക്കെ വിളിച്ച് 5 ബസ്. ചോദിക്കുന്ന പൈസ. ചോറുണ്ണാൻ വീട്ടിൽ ബിരിയാണി വെക്കാനുള്ളവനെ വിളിച്ചു. അവൻ പോത്ത് വേണോ, ഏത് വേണം? അൽഹംദുലില്ലാ മട്ടൻ വേണോ? ചോദിക്കണ പൈസ. സ്വർണവും വസ്ത്രവും ക്യാമറമാനും എല്ലാവർക്കും ചോദിക്കണ പൈസ. കൊടുത്തു, ഒരു കുഴപ്പമില്ല. എന്നാൽ പള്ളിയിൽ വന്നു, നിക്കാഹിന്റെ സമയമായി. പുതിയാപ്പള ഒരുങ്ങിയിരുന്നു. പെണ്ണിന്റെ വാപ്പ അങ്ങോട്ട് ഒരുങ്ങി അങ്ങോട്ട് ഇരിക്കുക. നിക്കാഹിന്റെ സമയമായി. എല്ലാവരും പള്ളിക്കകത്ത് വന്നു ഒരുങ്ങി കെട്ടിയിരിക്കുന്നു. പാവപ്പെട്ട പള്ളിയിലെ ഹത്തീബ് എഴുന്നേറ്റ് വന്നു. നിക്കാഹിന്റെ സമയല്ലേ? എന്നാൽ നിന്റെ നിക്കാഹിന് ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്ത മനുഷ്യനാരാ? നിക്കാഹ് നടക്കുന്ന സദസ്സിൽ ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്യുന്നത് പള്ളിയിലെ ഖതീബ. നിന്റെ കയ്യെ പിടിച്ചു വെച്ചിട്ട് പറയും, മുസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജ്തുക വൻഗഹതുക എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ നിക്കാഹ് നടത്തി തരുന്ന പള്ളിയിലെ ഖതീബ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ പറയുകയാ, അയ്യുഹൽ അറൂസാൻ ബറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅല്ലാഹു ബൈനകുമാ ഫീ ഖൈരിൻ വലുതുഫിൻ വആഫിയ. എത്ര മനോഹരമായ ദുആ, എത്ര മനോഹരമായ! അല്ലാഹുവേ, ഈ നവദമ്പതികൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ ഇവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഏറ്റവും മനോഹരമായ ദുആയും ചെയ്തു പള്ളിയിലെ ഖതീബ്. അവസാനം നിന്റെ നിക്കാഹ് നടത്തി കഴിഞ്ഞപ്പോ പാപ്പാനോട് ചോദിക്കുക, 500 കൊടുക്കണോ 250 കൊടുക്കണോ? സുബ്ഹാനല്ലാഹ്.
നിന്റെ ജീവിതത്തിലെ നിക്കാഹിലെ ഏറ്റവും വലിയ പുണ്യകർമ്മം, ബാക്കിയുള്ളത് മുഴുവനും കാന അടിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ട് പോകും. ആമീൻ ആര് പറയുന്നതാ? നിന്റെ നിക്കാഹ് നടന്നപ്പോ ആഡിറ്റോറിയത്തിൽ തെള്ളാൻ ആളുണ്ടായിരുന്നു. പള്ളിയിലെ നിക്കാഹ് നടന്ന സദസ്സിൽ എത്ര പേരുണ്ടായിരുന്നു? ദുആ ചെയ്തപ്പോ ഉസ്താദ് ദുആ ചെയ്തപ്പോ ആമീൻ പറയുന്നതിന് പകരം സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുക അവിടെ. ആമീൻ പറയുന്നത് ഇങ്ങനെ പിടിച്ചോണ്ട് ആമീൻ പറയുന്നത് പള്ളിക്കകത്ത്. സുബ്ഹാനല്ലാഹ്. പെണ്ണ് കെട്ടി തരുന്നവന്റെ അവസ്ഥ ഇങ്ങനെ ഇരിക്കുക, അവൻ ഇങ്ങനെ ഇരിക്കുക, രണ്ട് കൈ അവന്റെ കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റൂല, ഇങ്ങനെ ഇട്ടിരിക്കുക, ആർക്കോ വേണ്ടി ഓക്കാനിക്കാൻ. എന്നാൽ ആ ഉസ്താദ് പാവപ്പെട്ടവൻ, നിന്റെ ആരുമല്ല. എന്നിട്ട് നിക്കാഹ് നടത്തിയിട്ട് അല്ലാഹുവേ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ, നീ 250 കുണുവ വളച്ചു വെച്ചു കൊടുക്കുക. എന്നിട്ട് ഉസ്താദെ കെട്ടി പിറ്റേ 2 മാസം കഴിഞ്ഞിട്ട് പറയാ തലാക്ക് കഴിഞ്ഞു ഉസ്താദ്, എല്ലാം കഴിഞ്ഞു, എല്ലാം ഒന്ന് തിരിച്ചു മേടിച്ചതാ, അല്ലെങ്കിൽ മസ്ലഹത്തിന് വാ, നീയൊക്കെ തമ്മി തല്ലി കഴിയുമ്പോ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് മസ്ലഹത്ത്. കമ്മിറ്റിക്കാരും വേണ്ടതൊക്കെ മേടിച്ചോളൂ, അവരും പിന്നെ ആവശ്യത്തിനുള്ളത് കിട്ടാൻ വാരാൻ പറ്റുന്നിടത്തല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. കല്യാണമൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് മാസവരി ആ വരി. പാവപ്പെട്ട ഉസ്താദന്മാര് കൊറോണ വന്നതോടുകൂടി ശമ്പളവും ഇല്ല, ഒന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു വീട്ടിൽ. കമ്മിറ്റിക്കാർ പറയും വീട്ടിൽ പൊക്കോളാൻ. പാവപ്പെട്ടവന്റെ പറഞ്ഞു വീട്ടിൽ വിട്ടു. ഇപ്പൊ അണ്ടിപ്പരിപ്പ് കച്ചവടമാ പലരും, മലക്കറി കച്ചവടം. കൂടെ പോകുന്ന റബ്ബർ വെട്ടാൻ പോകുന്നവരുണ്ട്, വീട് പണിക്ക് പോകുന്നവരുണ്ട്. ഞാൻ ഈ അടുത്തൊരു ഉസ്താദിനെ കണ്ട്, നല്ല കഴിവുള്ളതാ. ചിരിക്കണ്ട, അല്ല വെറുതെ വിടത്തിലെ ഒരെണ്ണത്തിനെയും. പള്ളി കമ്മിറ്റിക്കാരന്മാരെ നാളല്ല വലിക്കണ വലി സാധാ വലിയൊന്നും ആയിരിക്കത്തില്ല. പല ഉസ്താദന്മാരുടെയും ശമ്പളമില്ല പൊക്കോളാൻ. അവന് മാസവരി വാങ്ങാൻ പറ്റും. പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിക്കകത്തുനിന്ന് മാസവരി വാങ്ങാൻ ഉസ്താദിന് ശമ്പളമില്ല. കൊറോണ വന്നിട്ട് 1 കൊല്ലമായി, ഇപ്പോഴും ഉസ്താദിന് 5000 വെട്ടി പകുതിക്ക്. ഞാനൊരു ഉസ്താദിനോട് ചോദിച്ചു, എന്തോ എന്റെ പൊന്നളിയ, ഇപ്പൊ ഞാനുണ്ട് മേച്ചിരിക്ക് മെക്കാടായിട്ട് പോവുക, എന്തു സുഖമെന്നറിയോ? 8 മണിക്ക് പോയാ 4:30 ആകുമ്പോ തീർന്നു. ചീത്ത വിളി കേൾക്കണ്ട, ഒരുത്തന്റെ കുറ്റഭാഗല്ലേ. പള്ളിയിലെ ഹത്തീബ് എങ്ങോട്ടും, നീ ഇവിടെ പോയി, സെക്രട്ടറിക്ക് എവിടെ പോയിന്ന് അവൻ പറയണത്. രാവിലെ പോയാ സുബ്ഹാനല്ലാഹ് ഒരു പൊതിയും പൊതിഞ്ഞുകൊണ്ട് പോക, കാപ്പി കുടിച്ചു, ചോറുണ്ട്, ചായം കുടിച്ചു, അൽഹംദുലില്ലാ 900 മേടിച്ചോണ്ട് വീട്ടിൽ വരാം. ആരും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. എന്ത് സുഖം, അൽഹംദുലില്ലാ. ആ ഉസ്താദിനെ പെരുവഴിയിലാക്കിയതിന് കമ്മിറ്റിക്കാർക്ക് ഒരു പങ്കുണ്ട്. നാളെ അല്ലാഹുവിന്റെ മുന്നിൽ കണക്ക് പറയണം. അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികൾ ഇന്ന് റോഡിന്റെ സൈഡിൽ നിന്ന് കച്ചവടം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പറ അല്ലാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന കമ്മിറ്റിക്കാരൊക്കെ ഇപ്പൊ പലയിടത്തും. ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല സിറാജ് ഉസ്താദ്, ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അൽഹംദുലില്ലാ. നിങ്ങളുടെയൊക്കെ കാര്യം ശമ്പളം പകുതി ഉണ്ടോ മൊത്തം ഉണ്ടോ? അല്ലാഹു ആലം. പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ എന്തേ പറഞ്ഞ് ദേവ പറഞ്ഞേ, 10 രൂപ നീ സദഖ കൊടുക്ക്. നീ കല്യാണം കഴിച്ചപ്പോഴല്ല, നീ വസ്തു വാങ്ങിയപ്പോ 50 പൈസ വഞ്ചിപ്പെട്ടിയിലിട്ടോ. നീ വീട് വെച്ചു, ലക്ഷങ്ങളുടെ വീട് വെച്ചു, ആയിഷാത്ത ലക്ഷങ്ങളുടെ വീട് വെച്ചു. ഒരു 10 രൂപ ഇവിടുത്തെ പള്ളിക്കാട്ടി പള്ളിയിലിട്ടോ. നീ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുത്തോ? നീ 5 രൂപ. വയലിന്റെ സദസ്സി വന്ന് ചോദിക്കുമ്പോ നീ മാലയെടുത്ത് അകത്തിടുക, എന്നിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. കാരണം എന്തേ? വയലിന് വരുമ്പോ വീട്ടിൽ അലമാരിക്കകത്ത് വെച്ചിട്ട് വന്നിരിക്കുക. കാരണം ഊരി കൊടുക്കണ്ട വന്നാലോ പടച്ചവനെ, അല്ലേ? 5 നയാ പൈസ ആർക്കും കൊടുക്കണ്ട, കള്ളം കൊണ്ടുപോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പ വിളിക്കും. എവിടോ പോയപ്പോ ഒരു താത്ത 101 രൂപ, 1 പവന്റെ വളയെന്തോ കളഞ്ഞുപോയി, തിരിച്ചു കിട്ടാൻ. 10 രൂപ പള്ളിക്ക് കൊടുത്തിരുന്നെങ്കിൽ പോവോ? 10 രൂപ പള്ളിക്ക് കൊടുത്തിരുന്നെങ്കിൽ 1 പവൻ പോവോ? 1 പവൻ പോയപ്പോ 501 രൂപ, 501 രൂപ ഏതെങ്കിലും പാപങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ പോവോ? സദക്കയുടെ കൂലി പോലും അല്ലാഹ് നിനക്കൊന്നും തരൂല്ല. എട്ടാം പോലെ സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോദിച്ചാ പറയും ഇല്ല. പാവത്തിന് ചോദിച്ചാലും യതീമിന് ചോദിച്ചാലും ഇല്ല. അവസാനം അല്ലാഹ് നിന്നെ ഒന്നും ഇല്ലാതാക്കി കളയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരിക്കലും പൈസ കൈവച്ചിട്ടില്ല എന്ന് പറയരുത്. കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ കൊടുക്കണ്ട. നിനക്ക് മനസ്സില്ലെങ്കിൽ നീ കൊടുക്കരുത്. പക്ഷെ നീ ഇല്ല എന്ന് പറയരുത്. കാരണം മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നീ തന്നെ പറയാൻ പാടില്ല എനിക്ക് ഗ്ലാമർ കൂടിപ്പോയെന്ന്. കണ്ണാടി പോയി നോക്കി നിന്നിട്ട് ആമിനത്തെ ഇടയ്ക്കിടയ്ക്ക് പറയും, അല്ലാഹ് കവളൊക്കെ ചാടി ഇത്തിരി വെളുത്തിട്ടുണ്ട്, എന്തോ സൗന്ദര്യം. നീ പറയരുത് ആമിന. പറഞ്ഞ ഉള്ളതുകൂടെ പോകും. ഉള്ളതുകൂടെ കണ്ണീറ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കണ്ണീറിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ കണ്ണീർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അറിയോ? ചില ആൾക്കാർ ഇങ്ങനെ വീടിന്റെ മുന്നിൽ കൂടെ പോകുമ്പോ ഒരു തെങ്ങ് നിറയെ തേങ്ങ
കൊലങ്ങനെ കൊലിച്ചടക്ക. ഒരു ഉമ്മാമ പറയുക, ഇത് എന്തൊരു തേങ്ങയാടാ പടച്ച റബ്ബേ. 2 മാസം കഴിയുമ്പോൾ അങ്ങനെ ഒരു തെങ്ങ് പോലും അവിടെ നിന്നത് കഴിയില്ല, കരിഞ്ഞു പോകും ചില ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ. ചില ഉമ്മമ്മമാര് വരുമ്പോ പറയും, അതുകൊണ്ട് ആമിനകത്ത് വരുന്നുണ്ട്, കുഞ്ഞിനെ റൂം വീട്ടിനകത്ത് കയറ്റിക്കൊള്ളാം, കുഞ്ഞിനെ പുറത്ത് കാണിക്കില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ പിറ്റേ ദിവസം കിടക്കും കുഞ്ഞ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത് ചിലരുടെ കണ്ണ്. ഞാന് ചില ബിരുദന്മാർ, ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ വലിയ പെരുന്നാളിന് അവിടെ ഉളുഹിയ പോത്തിനെ വാങ്ങാൻ ഞാനിങ്ങനെ പത്തനംതിട്ട ഉള്ളിലേക്കൊരു സ്ഥലത്ത് പോയി. അവിടെ ഒരു യത്തീംഖാനൊക്കെ ഉണ്ട്, പായ്പാട് എന്താ വായ്പൂര് എത്തിങ്ങാന. ഞാൻ അവിടെ പോകുമ്പോ ഒരു ക്രിസ്ത്യാനിയായ ഒരു അച്ചായനുണ്ട്. അദ്ദേഹം ഒരു പോത്തിനെ വാങ്ങി നിർത്തും. എല്ലാ വലിയ പെരുന്നാളാകുമ്പോ ആ പോത്തിനെ വിൽക്കും. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നോക്കുമ്പോ ഈ കാട്ടുപോത്തിനെ പോലെ നെറ്റിപ്പട്ടമൊക്കെ ഉള്ള, കാലിന്റെ അടിഭാഗം വെളുത്തിരിക്കുന്ന നല്ല ഒരു പോത്ത്, വാലൊക്കെ അപ്പൊ അദ്ദേഹം ഞങ്ങൾ ചെന്ന ഉടനെ പറഞ്ഞു, ഉസ്താദെ ആ പോത്ത് ഉളുഹിയയ്ക്ക് പറ്റത്തില്ല. അദ്ദേഹം പറയാ, അത് ഉളുഹിയയ്ക്ക് പറ്റൂല. അപ്പൊ ചോദിച്ചു, എന്തേ? അതിന്റെ വാലിനൊരു കംപ്ലൈന്റ് ഉണ്ട് ഉസ്താദെ. നോക്കുമ്പോ അതിന്റെ വാലില്ല, ആ താഴ്ഭാഗത്തെ മുടിയില്ല, അതിങ്ങനെ ഉരിഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ ചോദിച്ചു, എന്തു പറ്റി? അതൊന്നും പറയണ്ട, ഒരുത്ത 3-4 ദിവസം മുമ്പ് ഈ പോത്തിനെ വാങ്ങാൻ വന്നു. 65,000 രൂപ പറഞ്ഞു, ഞാൻ കൊടുത്തില്ല. അപ്പം ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നിട്ട് ഈ പോത്തിന് വില പറ്റാതെ വന്നപ്പോ ഇവൻ പറഞ്ഞു, എന്റെ അച്ഛാ എന്തൊരു വാല അച്ഛാ, ഒരൊറ്റ പറച്ചല്, എന്തൊരു വാല അച്ഛാ, ഒരൊറ്റ പറച്ചല്. ആ അച്ചായൻ പറയാ, ഇവൻ പോയി പിറ്റേ ദിവസം നോക്കുമ്പോ കാക്ക വന്നിട്ട് കൊത്തി കൊത്തി മുറിവായി, ആ വാലങ്ങ് പോയി. 2-3-4 ദിവസം കഴിഞ്ഞപ്പോ ഇവൻ വീണ്ടും വന്നപ്പോ പോത്തിന് വാലില്ല. അപ്പം ചോദിച്ചു, അച്ഛാ ഇനി കൊടുക്കുന്നു? അപ്പൊ അവൻ പറഞ്ഞു, അച്ചായൻ പറഞ്ഞു, ഇത് ഉളുഹിയയ്ക്ക് പറ്റത്തില്ല. കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഞാൻ വേറെ ഒരു വാല് വെച്ചങ്ങ് ഒട്ടിച്ചോളാന്ന്. അച്ചായൻ പറഞ്ഞു, ഞാൻ അവനെ തല്ലിയില്ലാന്ന്. കാരണം അച്ചായന് വിവരമുണ്ട്, നമ്മുടെ കൗമിനെ വിവരമില്ലാത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത്, സ്വന്തം കണ്ണാടിയെ നോക്കിയിട്ട് പോലും നിങ്ങൾ സ്വന്തം സൗന്ദര്യത്തെ വിലയിരുത്തരുത്. അത് കണ്ണേറ ഉള്ളതുകൂടെ പോകുമെന്ന. അപ്പൊ നിന്റെ കയ്യിൽ പൈസ വെച്ചിട്ട് അലമാരിക്കകത്ത് കെട്ടിവെച്ചിട്ട് നീ പറയാ, ഇല്ല ഇല്ല ഇല്ല, തലയുടെ മുകളിൽ നിന്നിട്ട് മലക്ക് ആമീൻ, ഒരൊറ്റ പറച്ചല്, നീ യത്തീംഖാനയിലായി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിന്റെ നാശം നിന്റെ നാവ. നീ തന്നെ നിന്റെ സർവ്വതും നശിപ്പിച്ച് കളഞ്ഞത് നിന്റെ നാവ് കൊണ്ടാ. അള്ളാഹുവിന്റെ മലക്കുകൾ ആമീൻ പറഞ്ഞ നീ ഒന്നുമില്ലാത്തവനായി പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അതുകൊണ്ട് പറഞ്ഞു വന്നത്, എന്റെ പൊന്നാര സഹോദരിമാരെ, ഇനിയെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോ പള്ളിക്കോ മദ്രസയ്ക്കോ പാവങ്ങൾക്കോ യതീമിങ്ങൾക്കോ നീ വല്ലതും കൊടുക്ക്. അള്ളാഹ് നിന്നെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അതാ പടച്ചവനെ, 3-ാമത്തെ കാര്യമാണിന്. 4-ാമത്തത് എന്തെന്നറിയുമോ? 2 റക്അത്ത് നമസ്കരിച്ചു. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ചോദിക്കേണ്ടവരോട് മുഴുവനും മുസാബറ ചെയ്തു. 3-ാമതായിട്ട് പടച്ചറപ്പിന്റെ സഹായം നീ ചോദിച്ചു വാങ്ങി. ഇനി 4-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സഹായം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേണ്ടത് ആരുടെ സഹായം എന്നറിയുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബിയുടെ പൊരുത്തം നിനക്ക് വേണ്ട, ആ മുത്തുനബിയുടെ സഹായം നിനക്ക് വേണ്ട. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹായം കിട്ടാൻ, അല്ലാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ നിങ്ങൾ സദഖ ചെയ്യണം. അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്നെ സഹായിക്കണോ? അതിനുള്ള വഴി എന്താ? ആ പ്രവാചകന് കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, ആ മുത്തുനബിയല്ലേ ഖുർആൻ കൊണ്ടുവന്നത്. ആ പ്രവാചകനാണല്ലോ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് കൊണ്ടുവന്നത്. ആ പ്രവാചകൻ അല്ലാഹു കൊടുത്ത സമ്മാനമായിരുന്നല്ലോ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ആ ഖുർആനിനെ നിങ്ങൾ സ്നേഹിക്കൂ, ആ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യൂ. അതിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകം പറഞ്ഞു. അള്ളാഹുവിന്റെ തൃപ്തിയും നിനക്ക് കിട്ടി, അള്ളാഹു നിന്നെ സഹായിക്കും. മുത്തുനബി നിന്നെ സഹായിക്കണമെങ്കിൽ നീ ഖുർആൻ ഓത് എന്ന് പറഞ്ഞാൽ ഒരു യാസീനെങ്കിലും ഓത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതാണല്ലോ വീട് വെക്കാൻ നേരത്തും കുറ്റിയടിക്കാൻ നേരത്തും വണ്ടിയെടുക്കാൻ നേരത്തും എവിടെ നോക്കിയാലും സൂറത്തു യാസീൻ ഓതുന്നത്.
എന്തുകൊണ്ടാ സൂറത്തു യാസീൻ? നമ്മളിൽ പലർക്കും ഇതുവരെ അതിന്റെ മഹത്വം മനസ്സിലായിട്ടില്ല. എവിടെ നോക്കിയാലും യാസീൻ അല്ലേ ഓതുന്നേ. ചങ്ങായി മരിച്ച വീട്ടിൽ പോയാലും യാസീൻ, ഖബറിന്റെ ചാരത്ത് പോയാലും യാസീൻ, കല്യാണ വീട്ടിൽ പോയാലും യാസീൻ, ജോലി എന്ത് കാര്യത്തിനും യാസീനാ ഓതുന്നേ. എന്തുകൊണ്ട്? 114 സൂറത്തുണ്ടല്ലോ, എന്തേ ബക്കറ ഓതാത്തെ? എന്റെ സൂറത്തു റഹ്മാൻ ഓതാത്തെ? എത്രയോ സൂറത്തുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. സൂറത്തു യാസീൻ അത് വെറുതെയല്ല, അത് ഓതുന്നതിന് പ്രതിഫലമുണ്ട്. സൂറത്തു യാസീൻ അത് വെറുതെ ഓതണതല്ല, അത് ഓതുമ്പോ എനിക്കും നിങ്ങൾക്കും എന്തിനാ ഓതണെന്ന് തന്നെ അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ യാസീൻ ഓതിയാൽ, ഒരാൾ യാസീൻ ഓതുമ്പോൾ എന്തിനാണോ അവൻ ഓതുന്നത് അല്ലാഹു അത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, യാസീൻ ഓതുന്ന സമയത്ത് നിന്റെ മനസ്സിലെ നീയത്തെന്താ? പടച്ചവനെ, നല്ല വീട് വേണം, നല്ല കച്ചവടം വേണം, നല്ല ഭാര്യ വേണം, നല്ല മക്കളെ വേണം, നല്ല വാഹനം വേണം. പടച്ചവനെ, എനിക്ക് ഇതിലൂടെ രക്ഷപ്പെടണം. ഒരാൾ യാസീൻ ഓതുന്ന സമയത്ത് എന്ത് നീയത്തിലാണോ അവൻ ഓതുന്നത് അല്ലാഹു അവനത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് യാസീൻ ഓതുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഏതെങ്കിലും ഒരു മനുഷ്യനെ സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താ ആ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിന്റെ പ്രയാസം മാറണോ? യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യൂ. നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ? യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യൂ. യാസീൻ ഓതിയിട്ട് നീ ചെയ്യുന്ന ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ, എന്തിനാണ് പള്ളിക്കാട്ടിലെ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് യാസീൻ ഓതാൻ പറയുന്നത്? സമയമില്ലല്ലോ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് പോയി യാസീൻ ഓതിയത് എത്ര പേരാ? ഇന്നത്തെ ദിവസം മരിച്ചുപോയവരുടെ ഖബറിന്റെ ചാരത്ത് പോയി യാസീൻ ഓതിയവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ബാക്കിയുള്ളവരുടെ ആരും പള്ളിക്കുഴി പോയിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. അള്ളാഹു അവരുടെ ഖബറുടെ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. സമയമില്ല, അതന്നെ. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുക, ഉസ്താദ് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, വാലിക്കുസ്സലാം, ഗേറ്റിന്റെ അവിടെ കഴിഞ്ഞു ഓടുക, ഓട്ടമത്സരം ഓടുക. പള്ളിപ്പറമ്പിൽ കിടക്കണ വാപ്പാടെ ഖബർ എവിടെങ്ങാണ്ട അത്ര തന്നെ, അതന്നെ, അവിടെങ്ങാണ്ടോ. നിനക്ക് പോകാൻ സമയമില്ല. ആ ഖബറിന്റെ ചാരത്ത് പോയിട്ട് പിന്നെ കുൽഹുവല്ല ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലാഹു കാക്കമാറാകട്ടെ. ഇവിടെ പിന്നെ കുൽഫല്ല ഉള്ളതുകൊണ്ട് ഒറ്റയടിയാ. അത് മാത്രം ഓതിയിട്ട് രക്ഷപ്പെടുന്ന മഹാന്മാരെ നമ്മളിൽ പലരും. എന്നാ കേട്ടോ, എടാ, വാപ്പാടെ ഖബറിന്റെ ചാരത്ത് പോയി യാസീൻ ഓതിയാലേ നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആരെങ്കിലും മരിച്ചുപോയ മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ നിന്ന് യാസീൻ ഓതിയാൽ 40 ദിവസം രക്ഷപ്പെട്ടു. അല്ലാഹു അവരുടെ ശിക്ഷ മാറ്റിവെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഈ സ്ഥലപ്പേരെന്താ ഉസ്താദ്? ഓ, കൊച്ചാല് മൂടില്ലേ? ആ, വഴുതു പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം പോലും ഇല്ല. കേൾക്കാൻ വന്നവർക്കൊക്കെ കാപ്പി കുടി. ചായ കാപ്പി എന്താപ്പാ? ചുക്ക് കാപ്പിയാ? കടിയില്ലേടാ ചങ്ങായി? അതും കൂടെ കൊടു ഇൻഷാ അല്ലാഹ്. കുടി. ശരി, അല്ലാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഷൗക്കണ്ണനാണോ ഇരിക്കുന്നത്? ആഹാ, അൽഹംദുലില്ലാഹ്. നിങ്ങൾ പായിപ്പാടുന്ന് ഇവിടെ എങ്ങനെ വന്നപ്പാ? നിങ്ങളുടെ കൂടെ വന്നയാണോടാ? ആ, റഫീഖ് നിങ്ങളുടെ കൂടെ വന്നയാ? ആ, നമ്മുടെ പായിപ്പാടല്ലേ, നമ്മുടെ പള്ളിയുടെ നമ്മളിപ്പം പായിപ്പാട് പുതിയ പള്ളി പണിതുകൊണ്ടിരിക്കുക, അൽഹംദുലില്ലാഹ്. അതിൻ്റെയൊക്കെ പള്ളി പണിയുന്ന കമ്മിറ്റിക്ക് എന്താ പറയാ? പള്ളി പണിയുന്നൊരു കമ്മിറ്റി ഇല്ലേ? നിർമ്മാണ കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കണ മഹാൻ, അൽഹംദുലില്ലാഹ്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒടി നടക്കാ പാവ സാധു, അൽഹംദുലില്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഭാര്യ സന്താനങ്ങൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താ പറഞ്ഞ്? യാസീൻ. മരിച്ചുപോയവരുടെ ഖബറിന്റെ ചാരത്തിരുന്ന് യാസീൻ ഓതിയാൽ
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് 40 ദിവസം അല്ലാഹു ശിക്ഷ മാറ്റിവെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ യാസീൻ ഓതിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ടുണ്ടോ? പെങ്ങളെ, ഏതെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നീ വീട്ടിൽ താമസം കയറിയല്ലോ, ആ താമസം കയറുന്നതിന് മുമ്പ് നീ ഖത്തം ഓതിയോ പൊന്നുമോള്? ഒരു യാസീൻ ഓതിയോ പൊന്നുമോള്? പള്ളിയിലെ ഉസ്താദിനെ ചോദിപ്പിച്ചതല്ല, നീ ഓതിയിട്ടുണ്ടോ പെങ്ങള്? നീ പുതിയ വാഹനം എടുത്തപ്പോ, നീ പുതിയ ജോലിക്ക് വേണ്ടി തീരുമാനിച്ചപ്പോ, ഓരോ കാര്യവും ചെയ്യുന്ന സമയത്ത് നീ ചിന്തിച്ചു നോക്ക്, നീ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ടുണ്ടോ പെങ്ങള്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹായം നിനക്ക് വേണോ? ആ സഹായം കിട്ടാനുള്ള എളുപ്പ വഴി ആ പ്രവാചകന് കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ, അത് നീ പാരായണം ചെയ്യൂ. അതിലൂടെ മുത്തുനബിയുടെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 4 കാര്യം പഠിച്ചു, ഇൻഷാ അല്ലാഹ് 5 ഒന്നുകൂടെ പഠിച്ചൂടെ? സമയം എന്തായി? 10:15. ഇൻഷാ അല്ലാഹ് 15 മിനിറ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താ അതും കഴിയും. 10:30 നിർത്താന്നല്ലേ? 15 ഇനി സലാത്തും പറഞ്ഞ് ദുആ ചെയ്താൽ തന്നെ 15 മിനിറ്റ് തീരും. അപ്പൊ ഒരെണ്ണം പറയണോ ദുആ ചെയ്യണോ? പറയണോ ദുആ ചെയ്യണോ? ചായ താഴെ വീഴാതൊന്ന് കൈപൊക്കിക്ക്. പറയണോന്നുള്ളവര് പൈസ ചോദിക്കുമ്പോൾ ഈ ആത്മാർത്ഥത കാണിക്കണം. ചിരി എല്ലാണ ഇരുന്ന് ചിരി, ചുമ്മാ വയലിലൊന്നും കാര്യമില്ലപ്പാ. വയലൊക്കെ ഇങ്ങനെ ചുമ്മാ വയല്. പണ്ട് ആർക്കാപ്പ ഈ പണ്ടൊക്കെ ഉസ്താദെ വയല് കെട്ട്, നിങ്ങളുടെയൊക്കെ പഴയ കാര്യം ചിന്തിച്ചു നോക്കിയേ. വയല് കെട്ട് കഴിഞ്ഞാൽ മയ്യത്തെടുത്തുകൊണ്ട് പോകും സദസ്സിന്ന്. പഴയ കാലത്തൊക്കെ മഹാന്മാരുടെ വയല് കേൾക്കുമ്പോ വയലിന്റെ സദസ്സിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകും. ഇപ്പൊ വയല് പറയണ ഉസ്താദ് ഒന്ന് നിർത്തിയാ മതിയായിരുന്നു, തലവേദന എടുക്കണം. നമ്മളിങ്ങനെ ചിന്തിക്കുക. ഒരു ക്രിസ്ത്യാനിയായ പള്ളിയിലെ അച്ഛൻ, ഒരു കഥയാ. ഒരു പള്ളിയിലെ അച്ഛൻ 30 വർഷക്കാലം ജനങ്ങൾക്ക് ദഅവത്ത് നടത്തി. ഇത്ര പള്ളിയിലെ വികാരിയ നാട്ടുകാരെ മുഴുവനും നന്നാക്കാൻ വേണ്ടി പ്രസംഗം നടത്തി 30 കൊല്ലം. ആ നാട്ടിലാണെങ്കിൽ ഒരു മുതുകുടിയനുണ്ട്, ഓട്ടോ ഡ്രൈവറാ. ഭയങ്കര സ്പീഡാവൻ, കള്ളും കുടിച്ചിട്ടാ ഓട്ടോ ഓടിക്കാറ്. കള്ളുകുടിയനാണ്, പള്ളിയിലൊന്നും വരുത്തൊന്നുമില്ല. അങ്ങനത്തെ ഒരു ചേട്ടനാ. അങ്ങനെ കഥ പറയുന്നു, ഇവര് രണ്ടുപേരും നാളെ ദൈവത്തിന്റെ മുന്നിലെത്തി. ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ നിൽക്കുക. 30 വർഷം വഴുതു പറഞ്ഞ ആളാ. ഈ കള്ളുകുടിയനോട് പറഞ്ഞു, നീ സ്വർഗത്തിൽ പൊക്കോളാൻ. ഓട്ടോക്കാരനല്ല, നീ സ്വർഗത്തിൽ പോകാൻ പറഞ്ഞു. അപ്പൊ ഈ അച്ഛൻ ചോദിച്ചത്ര, ദൈവമേ, അവൻ ഒന്നാമതേ മുതുകുടിയനായിരുന്നു, അവൻ പള്ളിയിൽ പോലും വരത്തില്ല. ഞാൻ 30 വർഷക്കാലം ജനങ്ങൾക്ക് മുഴുവനും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തവനെ എന്നെക്കാളും മുമ്പ് ഇവനെ സ്വർഗത്തിൽ വിടുന്നു. അപ്പൊ ദൈവം പറഞ്ഞു അത്ര, നിങ്ങൾ 30 വർഷക്കാലം പ്രസംഗിച്ചപ്പോ എല്ലാരും ഉറങ്ങുക, ആർക്കും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയൊന്നുമില്ല. ഇയാള് വഴുതു പറയുന്ന സമയത്ത് എല്ലാരും ഇരുന്ന് ഉറക്കമൊക്കെ തന്നെ, ആർക്കും ദൈവത്തെക്കുറിച്ച് ഓർമ്മയില്ല. പക്ഷെ ഇവന് ഞാൻ സ്വർഗത്തിൽ കൊടുക്കാനുള്ള കാരണം, ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറിയാ ഇറങ്ങുന്നത് വരെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചോണ്ടിരിക്കുക. കാരണം ഇവൻ കള്ളും കുടിച്ചിട്ട് 120 പോണേ, വിളിക്കാതിരിക്കുന്ന എങ്ങനെ? ഇവൻ എന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് ഇവൻ പോണ പോക്കണ്ട, പുറകിരിക്കുന്നവൻ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക, ഇറങ്ങുന്നത് വരെ വിളിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഇവനാ. അതുകൊണ്ട് അവന് സ്വർഗം. നിങ്ങൾ വയലു പറഞ്ഞപ്പോ ഉറക്കമായിരുന്നു. അള്ളാഹു നമ്മളെ ഏത് കൂട്ടത്തിൽ, ആ കൂട്ടത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുപോലെ ആ വയല്, ഇപ്പത്തെ വയലൊക്കെ അള്ളാഹു വയലം പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ 5ാമത്തെ കാര്യം, 2 റക്അത്ത് നിസ്കരിച്ചു, അറിവുള്ളവരോട് മുശാവറ ചെയ്തു, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ സദഖ കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം കിട്ടാൻ യാസീൻ ഓതി, ഖുർആൻ ഓതി. ഇനി വേണ്ടത് നിന്റെ വാപ്പാടെയും ഉമ്മാടെയും പൊരുത്തം, മാതാപിതാക്കളുടെ പൊരുത്തം. വീട് വെച്ചപ്പോ ഉമ്മാനോട് ചോദിച്ച എത്ര പേരുണ്ട്? ഒരു പുതിയ വീട് വെച്ചപ്പോ, വണ്ടി എടുത്തപ്പോ വീടിന്റെ മുന്നിൽ വന്നപ്പോഴാ വാപ്പ അറിയണത് പുതിയ കാർ എടുത്തെന്ന്. കച്ചവടം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാ അറിയണത്, മാതാപിതാക്കൾ അറിയുന്നത് തുടങ്ങിയെന്ന്. എന്നാൽ എത്ര പേര് ചോദിച്ചു? വാപ്പയോടും ഉമ്മയോടും പൊരുത്തം ചോദിച്ച എത്ര പേരാണ്?
മാതാപിതാക്കളോട് അനുവാദം ചോദിച്ചവർ എത്ര പേരാണ്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പൊന്നു പെങ്ങളെ, മാതാപിതാക്കളുടെ അനുവാദം വേണ്ടേ? അവരുടെ ദുആ നിനക്ക് വേണ്ടേ? എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ നിനക്ക് പണമുണ്ടായത് എവിടെ നിന്നാടോ? നിനക്ക് ഈ ആരോഗ്യമുണ്ടായത് എവിടെ നിന്നാട്? ഇതെല്ലാം നിന്റെ മാതാപിതാക്കൾ തന്നതല്ലേ? അവര് പുട്ടിടി കിടന്നിട്ടല്ലേടാ നിനക്ക് ഭക്ഷണം തന്നത്? അവരുടെ സമ്പാദ്യത്തിന്റെ മുകളിലല്ലേ നീ തിന്നു കൊഴുത്ത് നടന്നത്? ഈ പണമുണ്ടാകാൻ കാരണം നിന്റെ ഉമ്മയുടെ ദുആയായിരുന്നല്ലോ, നിന്റെ വാപ്പയുടെ പ്രാർത്ഥനയായിരുന്നല്ലോ. പക്ഷേ നിനക്കിന്നൊരു പുതിയ പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞപ്പോ, ഒരൽപ്പം പുത്തം പണം നിന്റെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോ, വാപ്പയെ നിനക്ക് വേണ്ട, ഉമ്മയെ നിനക്ക് വേണ്ട. എന്റെ പ്രിയമുള്ള സഹോദരാ, ഉമ്മയോട് ചോദിക്കാത്തവരുണ്ട്, ഉമ്മയോട് പറയാത്തവരുണ്ട്, മാതാപിതാക്കളോട് അനുവാദം ചോദിക്കാത്തവരുണ്ട്. അത് നിസ്സാര തെറ്റാണെന്ന് നീ കരുതരുത്. അല്ലാ, എന്റെ പ്രിയമുള്ളവരെ, ഒറ്റ ഒരു ഉദാഹരണം പറഞ്ഞു തരാ. നിങ്ങളൊക്കെ നിസ്സാരമാണെന്ന് കരുതുന്ന കാര്യമാണ്. അതാ മാതാപിതാക്കൾ സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കുന്നവരുണ്ട്. എല്ലാം ഭാര്യയോട് പറയും, ഉമ്മയോട് പറയാറില്ല, ഉമ്മയോടൊന്നും ചർച്ച ചെയ്യാറില്ല. നീ വീടിന്റെ കിടപ്പറയിൽ നിന്റെ ഭാര്യയുമായി ചർച്ച ചെയ്യുന്നത് ഉമ്മ കേട്ടാലായില്ലെങ്കിലില്ല. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മക്കളും കേട്ടോ, മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്ന ഓരോ മക്കളും കേട്ടോ. അതാ ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നീ മറന്നു പോകരുത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയുന്നില്ല നബിയേ. അൽഖമ റളിയല്ലാഹു തആല അൻഹു സകറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. എല്ലാവരും അടുത്ത് ചെന്ന് നിന്നിട്ട് അൽഖമയോട് പറഞ്ഞു കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽക്കമയുടെ നാക്ക് പൊങ്ങുന്നില്ല, അൽക്കമയ്ക്ക് പറയാ കഴിയുന്നില്ല. സ്വഹാബികളുടെ മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറയുമ്പോ പ്രവാചകൻ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? സഹാബാ, അൽക്കമ 5 നേരവും നമസ്കരിക്കുമോ? സഹാബാ, നാക്ക് പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? അൽക്കമ 5 നേരം നിസ്കരിക്കുമോ? സഹാബാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അൽക്കമ 5 നേരവും നിസ്കരിക്കുന്ന സഹാബിയാ. ഒന്നാമത്തെ ചോദ്യം, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോ മുത്തുനബി ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, 5 നേരം നിസ്കരിക്കുമോ? നിസ്കരിക്കും നബിയെ. 2, ഉമ്മയുമായിട്ടെങ്ങനെയാ? ഉമ്മയുമായിട്ടെങ്ങനെയാ? സ്വഹാബികൾ പറഞ്ഞു, നബിയെ, അൽക്കമയ്ക്ക് ഉമ്മാനെ വല്ലാത്ത സ്നേഹവാ, ഉമ്മയോട് വല്ലാത്ത സ്നേഹം, ഉമ്മാനെ പൊന്നുപോലെ നോക്കാറുണ്ട്. പക്ഷേ ഉമ്മയ്ക്കൊരു പരാതിയുണ്ട് നബിയെ. ഉമ്മയ്ക്ക് ആകെ ഒരേ ഒരു പരാതിയേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഉമ്മ പറഞ്ഞ പരാതി എന്തെന്നറിയോ? നബിയേ, അൽക്കമ എന്തുണ്ടെങ്കിലും ആദ്യം ഭാര്യ എടുത്ത് പറയും, പിന്നെ എന്നോട് പറയാറുള്ളൂ. അൽഖമ റളിയല്ലാഹു തആല അൻഹു എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം പറയുന്നത് ഭാര്യയോട്, അത് കഴിഞ്ഞിട്ട് വന്ന് ഉമ്മാനോട് പറയും. ഇത്രേ പ്രശ്നമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മാനെ വിളിച്ചു. എന്തേ ഉമ്മ? അൽഖമയെ കുറിച്ച്. നബിയേ, ഓൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, ഞാനവനെ പൊന്നുപോലെ നോക്കിയതാ നബിയെ. പക്ഷെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാ.
എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോട് എല്ലാം ഓളോട് പറയും, എന്നിട്ട് എന്നോട് പറയാറുള്ളൂ. അങ്ങനല്ലല്ലോ നബിയെ, ഞാനല്ലേ അവന്റെ ഉമ്മ, ഞാനല്ലേ അവനെ കഷ്ടപ്പെട്ടു വളർത്തിയത്, എന്നോടല്ലേ അവൻ ആദ്യം പറയേണ്ടത്? പറയാറില്ല നബിയെ. അവൻ ആദ്യം അവന്റെ ഭാര്യയോട് പറയും, പിന്നെയേ എന്റെ അടുക്കൽ വന്ന് പറയാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് മനസ്സിന് വല്ലാത്ത വേദനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്നില്ല, ഒന്ന് പൊരുത്തപ്പെട്. ഇല്ല നബിയെ, ഇല്ല നബിയെ. ചരിത്രം പറയുന്നു, അവസാനം ആ ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തതിന് ശേഷമാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു ഷഹാദത്ത് കലിമ പറഞ്ഞു മരിച്ചത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല, ഉമ്മാനെ പട്ടിണി കിട്ടതിന്റെ പേരിലല്ല, ഉമ്മയെ അനാഥാലയത്തിൽ കൊണ്ട് തെള്ളിക്കിട്ടതിന്റെ പേരിലല്ല, ഭാര്യയെക്കാൾ ഉമ്മയെക്കാൾ സ്നേഹം ഭാര്യയോടായി പോയി. ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോൾ അവസാനം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിഞ്ഞില്ല എന്ന് ചരിത്രം പറയുമ്പോൾ, ഈ നെളിഞ്ഞിരിക്കുന്ന ഭർത്താവെ, നീ ആദ്യം ആരോടാ പറഞ്ഞേ? നീ ആദ്യം ആരോടാ പറഞ്ഞേ? നിന്റെ പെണ്ണുമ്പിള്ളയെടുത്ത് മുഴുവനും ചർച്ച ചെയ്ത് അവസാനം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സർവ്വതും നഷ്ടപ്പെട്ട് വീട്ടിൽ കയറി ചെന്നു, ഒരു ബിസിനസ് തുടങ്ങി. ഉമ്മാനോടും വാപ്പാനോടൊന്നും പറഞ്ഞില്ല, എല്ലാം നഷ്ടപ്പെട്ട് വീടിന്റെ അകത്ത് പോയപ്പോ പെണ്ണുമ്പിള്ള പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. നിങ്ങൾ നല്ലതുപോലെ കേക്ക്. നിങ്ങൾ ഭാര്യമാർ വീടിന്റെ അകത്ത് നഷ്ടപ്പെട്ട് കടത്തിലായി പോയിരിക്കുമ്പോ അവള് പറയും, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഈ പണിക്കിറങ്ങണ്ടാന്ന്, നിങ്ങൾ കേട്ടില്ല. അവസാനം പെണ്ണുമ്പുള്ള സമാധാനം തരാതെ വന്നപ്പോ വീടിന്റെ വരാന്തയെ വന്നിരിക്കുമ്പോ ഉമ്മ ചോദിക്ക, എന്തേ മോനെ സിറാജെ, ഉമ്മ എല്ലാം പോയി, പോട്ടടാ, അല്ല ഉണ്ടല്ലോടാ മോനെ. അപ്പോഴും ഉമ്മ പരാതിയല്ല, ദുആയ ചെയ്യാ. സർവ്വതും നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ ഉമ്മ നമ്മളെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് നമ്മളെ സമാധാനിപ്പിക്കുകയാ. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നല്ല മക്കൾ അങ്ങനെ, നല്ല മക്കൾ അങ്ങനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കച്ചവടത്തിന് പോകുമ്പോ ഉമ്മാന്റെ അടുക്ക പോകും. എന്റെ എനിക്കറിയുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, വൈകുന്നേരം കടയടച്ചിട്ട് വന്നാൽ താക്കോല് കൊണ്ടുപോയി ഉമ്മയുടെ തലമാട്ടിൽ വെക്കും. രോഗിയാണെങ്കിലും എഴുന്നേക്കാൻ വയ്യാത്ത ഉമ്മയാണെങ്കിലും കടയുടെ താക്കോല് കൊണ്ടുപോയിട്ട് ഉമ്മാടെ തലകണിക്കടിയിൽ വെക്കും. രാവിലെ എഴുന്നേറ്റിട്ട് അൽഹംദുലില്ലാഹ് ഒരുങ്ങി വന്നിട്ട് ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്ത് ആ താക്കോൽ എടുത്തുകൊണ്ട് പോകുന്ന എത്രയോ മക്കൾ. അവരൊക്കെ ഇന്നും കോടീശ്വരന്മാരാ. നിനക്കൊന്നും അവന്റെയൊക്കെ സമ്പത്ത് അളക്കാൻ പോലും അവർക്ക് പോലും അറിയില്ല എത്ര കോടിയുണ്ടെന്ന്. എന്തുകൊണ്ട് അവർ ഈ കോടിപതികളാകാനുള്ള കാരണം അവരുടെ ഉമ്മാന്റെ ദുആ. നിനക്കൊരു പെട്ടിക്കടയാവുള്ളേ, നീ പെണ്ണുമ്പിള്ളയുടെ തലകണിക്കടിയിലാ വെക്കുന്നത്. എങ്ങനെ നീ രക്ഷപ്പെടും? എങ്ങനെ രക്ഷപ്പെടും? പെണ്ണെ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. നീയും അങ്ങനെ തന്നെ. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തന്ന നിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കാത്ത എത്രയോ പെണ്ണുങ്ങളുണ്ട്. ഒരു പണക്കാരനായി കെട്ടിയവനെ കിട്ടിയപ്പോ പെറ്റ തള്ളയൊക്കെ പോയി. പാപ്പായും ഉമ്മായൊക്കെ എവിടെ കിടക്കണെന്ന് പോലും നിനക്കറിയത്തില്ല. നിനക്കിപ്പം CSE റൂമിനകത്ത് കിടന്നാലേ ഉറക്കം വരൂ. ആ പാവങ്ങളെ നിനക്ക് ചിന്തയില്ലല്ലോ. വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കാത്ത എത്രയോ മക്കൾ. എങ്ങനെ അള്ളാഹ് നിന്നെ രക്ഷപ്പെടുത്തും? എങ്ങനെ അള്ളാഹ് നിനക്കൊരു നല്ല ജീവിതം തരും? നീ പെറ്റ തള്ളയെ മറന്നവളല്ലേ? ജന്മം നൽകിയ പിതാവിനെ വേദനിപ്പിച്ചവളല്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ടാ നിനക്കൊക്കെ 5ഉം 10ഉം 15ഉം പവൻ സ്വർണം തന്ന് നിന്നെയൊക്കെ കെട്ടിച്ചു വിട്ട നിന്റെ വാപ്പ എത്ര വേദനിച്ചിട്ടുണ്ടാകും ഉമ്മ. നീ മറന്നുപോയി. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയ വാപ്പയ്ക്ക് വേണ്ടി ഒരു ഫാത്തിഹ പോലും ഓതി ദുആ ചെയ്യാൻ നിനക്കിന്ന് സമയമില്ല. നാളെ നിന്റെ മക്കൾ തിരിച്ചു ചെയ്യുന്നൊരു കാലം വരും. നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും കരഞ്ഞതിന്റെ 100 ഇരട്ടി നീയൊക്കെ നിലവിളിക്കുന്ന ഒരു ദിവസം. എന്നിട്ട് ഈ ലോകത്ത് നിന്ന് പോകൂ, അല്ലാതൊന്നും പോകില്ല. അല്ലാതെ ഒന്നും നിങ്ങൾ പോകണ്ടില്ല. ഒരിക്കലും നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ചെയ്തതിനുള്ളത് അള്ളാഹു നിങ്ങൾക്ക് തരും. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? വല്ലാഹി സത്യം, നീ എത്ര വലിയ കുത്തുബുൽ അഖ്താബാണെങ്കിലും താടിയും എവിടെയൊക്കെ തഴമുണ്ടെങ്കിലും നിന്നെ അള്ളാഹു നേരെ ചുവവിടത്തില്ല. ഉപ്പാനെ ഉമ്മാന്റെയും മനസ്സ് നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാഹി സത്യം, ഈ ദുനിയാവിൽ വെച്ച് കിടന്ന് വിളിച്ചിട്ട് നീ പോകൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് എത്ര തൗബ ചെയ്താലും എത്ര വിളിച്ചാലും, നീ എത്ര വലിയ ആലിം ഹാഫിളോ ആലിമോ, ഇനി എത്ര വലിയ വലിയായാലും ചരിത്രങ്ങൾ അതാ സാക്ഷി.
ചരിത്രങ്ങൾ നിങ്ങളെടുത്ത് ഉമ്മാന്റെ ഒരു വാക്കുമതി സഹോദര, ഒരൊറ്റ വാക്ക് ഉമ്മ മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്ന ഒരൊറ്റ വാക്കുമതി. നിങ്ങൾ ജുറൈജ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. ജുറൈജ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. സാധാരണ ആളല്ല ജുറൈജ്. 24 മണിക്കൂറും ഇബാദത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരൻ. ഉമ്മാടെ കൂടെ വീട്ടിൽ നിന്നാൽ ഇബാദത്തിന് തടസ്സമാകുമെന്ന് കരുതിയിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. ഉമ്മാടെ അടുക്കൽ നിന്ന് ഒറ്റയ്ക്ക് വന്ന് റൂം കെട്ടിയിട്ട് റൂമിന്റെ അകത്ത് നിന്ന് നിസ്കാരവാ ജുറൈജ്. അപ്പൊ ഉമ്മായിക്ക് തോന്നി മകനെ ഒന്ന് കാണണം, മകനെ കാണണം. ഉമ്മ ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലാ. ജുറൈജ് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ പുറത്തുപോയി നിന്നിട്ട് വിളിക്കണു, ജുറൈജ് ഉമ്മാടെ വില അറിയോടാ ചങ്ങായി നിനക്ക്? ഉമ്മാടെ വില നിനക്കറിയുമോ? നീ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, നീ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ, ആ സമയത്ത് നിന്റെ ഉമ്മ വന്നിട്ട് മോനെ സിറാജെ ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മ വന്നിട്ട് എന്നെ വിളിച്ചാൽ ആ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ